അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫാസ്റ്റ് ഫോറിയർ ട്രാൻസ്ഫോം. ഫാസ്റ്റ് ഫോറിയർ ട്രാൻസ്ഫോം ഓർ FFT. ഈ FFT നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. രണ്ട് മെത്തേഡ്സ് ഉണ്ട് ഫാസ്റ്റ് ഫോറിയർ ട്രാൻസ്ഫോം. ഡെസിമേഷൻ ഇൻ ടൈം FFT, ഡെസിമേഷൻ ഇൻ ഫ്രീക്വൻസി FFT. എന്താണ് ഡെസിമേഷൻ ഇൻ ടൈം, ഡെസിമേഷൻ ഇൻ ഫ്രീക്വൻസി? നമുക്ക് ഫസ്റ്റ് ഡെസിമേഷൻ ഇൻ ടൈം FFTയുടെ ബേസിക്സ് നോക്കാം, എന്നിട്ട് നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. നോക്കിക്കേ, ഡെസിമേഷൻ ഇൻ ടൈം FFT. ഡെസിമേഷൻ ഇൻ ടൈം FFT എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഫാസ്റ്റ് ഫോറിയർ ട്രാൻസ്ഫോം ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് DFT ഉപയോഗിച്ച് നമ്മൾ പ്രോബ്ലംസ് ചെയ്യുമ്പം കുറേ ടൈം കൺസ്യൂമിങ് ആണ്, ഒരുപാട് സ്റ്റെപ്സ് എടുക്കും, മൾട്ടിപ്ലിക്കേഷനും അഡീഷനും ഒക്കെ. അത് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ഫാസ്റ്റ് ഫോറിയർ ട്രാൻസ്ഫോം. അപ്പം നമുക്ക് രണ്ടിൻ്റെ ആൻസർ സെയിം തന്നെ കിട്ടുന്നത്. ഇത് ഇത്തിരിയും കൂടെ അൽഗോരിതമിക്കലി ഇത്തിരിയും കൂടെ ഫാസ്റ്റ് ആയിട്ടുള്ള മെത്തേഡാണ്. അപ്പം ഇതിനകത്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് പഠിക്കാനുള്ളത് 8 പോയിന്റ് DFT ആണ്. പ്രധാനമായും 2ന്റെ പവർ 2 പോയിന്റ്, 2 സ്ക്വയർ, 4 പോയിന്റ്, 8 പോയിന്റ്, 16 പോയിന്റ് അങ്ങനെയാണ് പോണത്. അപ്പം നമുക്ക് 4 പോയിന്റും 8 പോയിന്റുമാണ് പഠിക്കാനുള്ളത്. അതിൽ തന്നെ പ്രധാനമായിട്ടുള്ളത് 8 പോയിന്റ് DFT കാണേണ്ടത്. അപ്പം 8 പോയിന്റ് DFT കാണാം. 8 പോയിന്റ് DFT യൂസിങ് FFT എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആദ്യം 2 പോയിന്റ് DFTs കണ്ടുപിടിക്കും, ദെൻ 4 പോയിന്റ് DFTs കണ്ടുപിടിക്കും, ദെൻ ഫൈനൽ സ്റ്റെപ്പിലാണ് 8 പോയിന്റ് DFTs കണ്ടുപിടിക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു ബേസിക് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു ഇൻപുട്ട് സീക്വൻസ് ഉണ്ടെന്ന് വെച്ചോ, X ഓഫ് n. അപ്പം 8 എലമെന്റ്സ് അല്ലേ ഉള്ളത്. ഞാൻ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്തു. X ഓഫ് 0 ഫസ്റ്റ് എലമെന്റ്, X ഓഫ് 1, X ഓഫ് 2, X ഓഫ് 3, X ഓഫ് 4, X ഓഫ് 5, X ഓഫ് 6, X ഓഫ് 7. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഓർഡർലി ആയിട്ടുള്ള ഇൻപുട്ട് സീക്വൻസ്. ഇവിടെ ഓരോ വാല്യൂസ് ആയിരിക്കും നമുക്ക് ഉണ്ടായിരിക്കുക. അപ്പൊ നമുക്ക് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ സീക്വൻസ് ഇങ്ങനെ ഒന്ന് എഴുതി. അപ്പൊ ഇതിന്റെ ഒരു കാര്യം കൂടെ പറയാം. ഈ 0യുടെ 8 നമ്പേഴ്സ് ഉണ്ട് അല്ലേ. അപ്പൊ 0യുടെ റെപ്രസെന്റേഷൻ എന്ന് പറഞ്ഞാൽ ബൈനറി റെപ്രസെന്റേഷൻ ഞാൻ എഴുതാം 0 0 0 അല്ലെ. 8 വരെ ഉണ്ടായിട്ടാണ് ഞാൻ 3 കോമ്പിനേഷൻ എടുത്തത്. അപ്പൊ എന്താ, അതായത് 7 വരെ ഉണ്ട്. നമുക്ക് 0 to 7 വരെയുള്ള 8 വാല്യൂസ് ഉണ്ട്. അപ്പൊ അതിനെ റെപ്രസെന്റ് ചെയ്യാൻ 3 ബിറ്റ്സ് മിനിമം വേണം. 1നെ ഞാൻ 0 0 1, നമുക്കറിയാം 2നെ റെപ്രസെന്റ് ചെയ്യുന്നത് 0 1 0, 3 ആണെങ്കിൽ 0 1 1, 4 ആണെങ്കിൽ 1 0 0, 5 ആണെങ്കിൽ 1 0 1, 6 ആണെങ്കിൽ 1 1 0, 7 ആണെങ്കിൽ 1 1 1. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അറിയാമല്ലോ. അപ്പൊ DIT FFTയിൽ നമ്മൾ ആദ്യം ഇൻപുട്ട് എഴുതി. ഇപ്പൊ 8 പോയിന്റ് ആണ് ചോദിക്കുന്നതെങ്കിൽ ആദ്യം ഇൻപുട്ട് എഴുതി, എന്നിട്ട് അതിന്റെ കറസ്പോണ്ടിങ് പൊസിഷൻ എഴുതിയിട്ട് അതിന്റെ ബൈനറി വാല്യൂസും കൂടെ എഴുതി. ഇനി ഇതൊന്ന് തിരിച്ചു വായിച്ചേ. 0 0 0 0 0 ഇങ്ങോട്ട് വായിക്കുമ്പോഴെന്താണ് 0 0 0. അപ്പൊ ദാറ്റ് ഈസ് 0 ഇറ്റ്സെൽഫ്. അപ്പൊ X ഓഫ് 0 എന്ന് എഴുതി. 0 0 1 അങ്ങോട്ട് വായിക്കുമ്പോൾ 0 0 1, ഇങ്ങോട്ട് വായിച്ചേ 1 0 0. 1 0 0 എന്താണ്, X ഓഫ് 4. 0 1 0 ഇങ്ങോട്ട് വായിക്കുമ്പോഴോ 0 1 0, അതപ്പോ എന്ത് തന്നെ X ഓഫ് 2. 0 1 1 ഇങ്ങോട്ട് വായിക്കുമ്പോഴോ 1 1 0. 1 1 0 എന്ന് പറഞ്ഞാൽ എന്താണ്, X ഓഫ് 6. 1 0 0 എന്ന് പറഞ്ഞാൽ X ഓഫ് 4. 0 0 1 എന്ന് പറഞ്ഞാൽ അപ്പം X ഓഫ് 1. 1 0 1 തിരിച്ചു വായിക്കുമ്പോൾ 1 0 1 X ഓഫ് 1 1 0 തിരിച്ചു വായിക്കുമ്പോൾ 0 1 1, 0 1 1 is 3 X ഓഫ് 3. 1 1 1 അങ്ങോട്ടും ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് വായിച്ചാലും റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് വായിച്ചാലും 1 1 തന്നെ. സോ X ഓഫ് 7. അപ്പൊ ഞാൻ ഇപ്പൊ എഴുതിയില്ലേ, ഈ പുതിയ സീക്വൻസിന് വിളിക്കുന്ന പേരാണ് ബിറ്റ് റിവേഴ്സ്ഡ് സീക്വൻസ്. എന്താണ് ബിറ്റ് റിവേഴ്സ്ഡ് സീക്വൻസ്?
ബിറ്റ് റിവേഴ്സ്ഡ് സീക്വൻസ്. അപ്പം നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ് DIT-FFTയിലെ തന്നിരിക്കുന്ന സീക്വൻസിനെ ബിറ്റ് റിവേഴ്സ്ഡ് ഓർഡറിൽ എഴുതുക. അപ്പം പ്രോബ്ലം ചെയ്യുമ്പോൾ ഒന്നുകൂടെ ക്ലിയർ ആവും. ബിറ്റ് റിവേഴ്സ്ഡ് ഓർഡർ എന്ന് പറഞ്ഞാൽ x(0) അതേ പൊസിഷനിൽ എഴുതുക, x(1)ന്റെ പൊസിഷനിൽ എന്ത് എഴുതണം, x(4) എഴുതണം, x(2) അതുപോലെ എഴുതുക, x(3)യുടെ പൊസിഷനിൽ x(6) എഴുതുക, 4ന്റെ പൊസിഷനിൽ 1 എഴുതുക, 5ന്റെ പൊസിഷനിൽ 5, 6ന്റെ പൊസിഷനിൽ 3, 7ന്റെ പൊസിഷനിൽ 7 തന്നെ എഴുതുക. അപ്പോൾ ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ 8 പോയിന്റ് DFTs ആണ് ചോദിച്ചതെങ്കിൽ നമ്മൾ ഈ ബിറ്റ് റിവേഴ്സ് ഓർഡർ ആദ്യം അങ്ങോട്ട് എഴുതും. x(0), x(4), x(2), x(6), x(1), x(5), x(3), x(7). ഈ 8 വാല്യൂസ് അങ്ങോട്ട് എഴുതുക. ഇനി ഫസ്റ്റ് 8 പോയിന്റ് DFTs ആണ് കണ്ടുപിടിക്കാൻ ചോദിക്കുന്നതെങ്കിൽ നമ്മൾ DIT-FFT മെത്തേഡിൽ ആദ്യം 2 ഇൻപുട്ടുകൾ എടുത്ത് 2 പോയിന്റ് DFTs കാണും. അപ്പൊ 8 എണ്ണത്തിൽ എത്ര 2 എടുക്കാൻ പറ്റും, നമുക്ക് 4 2 എടുക്കാൻ പറ്റും അല്ലേ. അപ്പൊ 4 2. അപ്പൊ എനിക്ക് എന്ത് കിട്ടി, ഇതെല്ലാം എന്താണ് 2 പോയിന്റ് DFT. 2 പോയിന്റ് DFT. ഓക്കെ ആണല്ലോ. അപ്പൊ ഞാൻ ഇൻപുട്ടിനെ ബിറ്റ് റിവേഴ്സ്ഡ് ഓർഡറിൽ എഴുതിയിട്ട് 2 പോയിന്റ് DFTs. ഫസ്റ്റ് സ്റ്റേജ് എന്താണ്, 2 പോയിന്റ് DFTs കണ്ടുപിടിക്കുക. ഓക്കെ. ഇനി സെക്കൻഡ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്, 4 പോയിന്റ് DFTs കണ്ടുപിടിക്കുക. 4 പോയിന്റ് DFTs എന്ന് പറഞ്ഞാൽ എത്ര ഇൻപുട്ട് വേണം, 4 ഇൻപുട്ട് വേണം അല്ലേ. അപ്പം 8ൽ എത്ര 4 വരയ്ക്കാം നമുക്ക്, 2 4 ഇൻപുട്ട്. അതായത് ഈ വരുന്നതിൻ്റെ 2 ഔട്ട്പുട്ട്, ഇതിൻ്റെയും 2 ഔട്ട്പുട്ട്. അപ്പോൾ ഒരു 4 പോയിന്റ് DFT കിട്ടത്തില്ലേ. ഈ 2 പോയിന്റിന്റെ 2 ഔട്ട്പുട്ട്, ഈ 2 പോയിന്റ് ചെയ്യുമ്പോഴും നമുക്ക് 2 ഔട്ട്പുട്ട്. അപ്പം അടുത്ത 4 പോയിന്റ് DFT ആവത്തില്ലേ. ഓക്കെ. അപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്, ഫൈൻഡ് 4 പോയിന്റ് DFTs. ഓക്കെ ആണല്ലോ. ഇനി തേർഡ് സ്റ്റെപ്പ് എന്താണ്, ഈ 4 പോയിന്റിൽ നിന്ന് 8 പോയിന്റ് DFTs. 8 വാല്യൂസിനകത്ത് എത്ര 8 പോയിന്റ് എടുക്കാം, നമുക്ക് ഒറ്റ 8 പോയിന്റ് എടുക്കാം അല്ലേ. അതായത് ഈ 4 പോയിന്റിൽ നിന്ന് കിട്ടുന്ന 4 ഔട്ട്പുട്ടും ഈ 4 പോയിന്റിൽ നിന്ന് കിട്ടുന്ന 4 ഔട്ട്പുട്ടും കൂടെ കമ്പൈൻ ചെയ്താൽ നമുക്ക് ഒരു 8 പോയിന്റ് DFT എടുക്കാം. തേർഡ് സ്റ്റെപ്പ് എന്താ, 8 ഔട്ട്പുട്ടും കിട്ടും. ഓക്കെ ആണോ. അപ്പൊ ഇതാ തേർഡ് സ്റ്റെപ്പ് എന്താണ്, ഫൈൻഡ് 8 പോയിന്റ് DFTs ഫ്രം 4 പോയിന്റ് DFTs. അപ്പൊ ഈ ഔട്ട്പുട്ട് ഞാൻ റെപ്രസെന്റ് ചെയ്യാം. നമുക്ക് ഔട്ട്പുട്ട് എന്താ, x(k) ആ കിട്ടുന്നത് അല്ലേ. കെക്ക് ഓരോ വാല്യൂ കൊടുക്കാം, x(0), x(1), x(2), x(3), x(4), x(5), x(6), x(7). ഓക്കെ ആണോ. ഇതാണ് എന്ത്, DIT-FFT മെത്തേഡ്. DIT-FFT മെത്തേഡിൽ നിങ്ങൾ പോയിന്റ്സ് ഓർക്കേണ്ടത്, ഇൻപുട്ടിനെ ബിറ്റ് റിവേഴ്സ് ഓർഡറിൽ എടുക്കുക. ഫസ്റ്റ് സ്റ്റെപ്പ് 2 പോയിന്റ് DFTs കാണുക, അതിനുശേഷം 4 പോയിന്റ് DFTs എടുക്കുക, ദെൻ 8 പോയിന്റ് DFTs എടുക്കുക. ഓക്കെ ആണല്ലോ. ഞാൻ DIT-FFTയുടെ ഒരു പ്രോബ്ലം ചെയ്യാൻ പോവാണ്. അപ്പം യൂസിങ് DIT-FFT ഫൈൻഡ് the 4 point DFT of x of n equal to 1, 4, 9, 16. അപ്പോൾ നമ്മുടെ ഇൻപുട്ട് സീക്വൻസ് ഇതാണ് 1, 4, 9, 16. ഇതിൻ്റെ എന്ത് കാണുക, DIT-FFT മെത്തേഡിൽ ഔട്ട്പുട്ട് കാണുക. അതായത് DIT-FFT മെത്തേഡ് ഉപയോഗിച്ച് ഇതിൻ്റെ എന്ത് കണ്ടുപിടിക്കുക, DFT കണ്ടുപിടിക്കുക. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പം നമുക്ക് DFT കണ്ടുപിടിക്കാൻ ഓൾറെഡി അറിയാം, പക്ഷെ എന്ത് മെത്തേഡിൽ തന്നെ ചെയ്യണം, DIT-FFT മെത്തേഡിൽ തന്നെ ചെയ്യണം. അപ്പോൾ എന്താ, നമുക്ക് DIT-FFT മെത്തേഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, ഇൻപുട്ടിനെ ബിറ്റ് റിവേഴ്സ്ഡ് ഓർഡറിൽ എഴുതണം. അപ്പം ഇവിടെ തന്നിരിക്കുന്ന n എത്രയാണ്, 4 ആണ് അല്ലേ. അപ്പം നമുക്ക്
4.DFT ആണ് കാണേണ്ടത്. അപ്പോൾ 4.DFTയുടെ സ്റ്റെപ്പ് എന്തായിരിക്കും? 2 സ്റ്റെപ്പേ ഉള്ളൂ ഇല്ലേ? ആദ്യം 2.DFTs കാണാം, പിന്നെ അത് കമ്പൈൻ ചെയ്ത് 4.DFTs കാണാം. അപ്പോൾ എന്താ? അപ്പോൾ 4 കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് നോക്കാം, ഈ പൊസിഷൻ എന്താ? എക്സ് ഓഫ് 0. ഇതെന്താ? എക്സ് ഓഫ് 1. ഇത് എക്സ് ഓഫ് 2, എക്സ് ഓഫ് 3. അതായത് എക്സ് ഓഫ് 0, എക്സ് ഓഫ് 1, എക്സ് ഓഫ് 2, എക്സ് ഓഫ് 3. ഈ പൊസിഷനിൽ കിടക്കുന്ന ആരൊക്കെയാ? 1, 4, 9, 16 ഇല്ലേ? ഇത് 3 വരെ ഉള്ളൂ, 0 to 3 വരെ ഉള്ളൂ. അപ്പൊ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ എത്ര ബിറ്റ് മതി? 2 ബിറ്റ്സ് മതി അല്ലേ? അപ്പൊ എക്സ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ എന്താ? 0, 0. 1 എന്ന് പറഞ്ഞാലോ 0, 1. 2 എന്ന് പറഞ്ഞാലോ 1, 0. 3 എന്ന് പറഞ്ഞാൽ 1. അപ്പം ഈ ഓരോ ഈ ബ്രാക്കറ്റിലുള്ള ഓരോന്നിൻ്റെയും ബിറ്റ് റെപ്രസെൻറ്റേഷൻ നമ്മൾ എഴുതി. ഇതൊന്ന് തിരിച്ചിട്ടെ. 0, 0 തിരിച്ചിടുമ്പോൾ എന്താ? 0, 0. 0, 1 തിരിച്ചിടുമ്പോഴോ 1, 0. 1, 0 തിരിച്ചിടുമ്പം 0, 1. 1, 1 തിരിച്ചിടുമ്പം ഇതെന്താണ്? എക്സ് ഓഫ് 0. ഇതെന്താണ്? എക്സ് ഓഫ് 2. ഇതെന്താണ്? എക്സ് ഓഫ് 1. ഇതെന്താണ്? എക്സ് ഓഫ് 3. അപ്പൊ ആദ്യം എന്താ നമ്മൾ എഴുതേണ്ടത്? എക്സ് ഓഫ് 0. എക്സ് ഓഫ് 0യുടെ വാല്യൂ എന്താണ്? 1. ഇനി എന്താ എഴുതേണ്ടത്? എക്സ് ഓഫ് 2. എക്സ് ഓഫ് 2ന്റെ വാല്യൂ എന്താണ്? 9. ഇനി എന്താ എഴുതേണ്ടത്? എക്സ് ഓഫ് 1. എക്സ് ഓഫ് 1ന്റെ വാല്യൂ എന്താണ്? 4. ഇനി എന്താ എഴുതേണ്ടത്? എക്സ് ഓഫ് 3. എക്സ് ഓഫ് 3യുടെ വാല്യൂ എന്താണ്? 6. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പായ സ്റ്റെപ്പ് 1 കംപ്ലീറ്റ് ആയി. ബിറ്റ് റിവേഴ്സ്ഡ് ഓർഡറിൽ സീക്വൻസ് ചെയ്യും. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇനി ഫസ്റ്റ് 2.DFTs കണ്ടുപിടിക്കും. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് ശ്രദ്ധിക്കുക. ഇത് DIT FFT മെത്തേഡ്. പ്രോബ്ലത്തിലൂടെ നമുക്ക് അങ്ങ് ബട്ടർഫ്ലൈ ഡയഗ്രാം അങ്ങ് വരച്ച് പഠിക്കാം. ഈ ബട്ടർഫ്ലൈ ഡയഗ്രാം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഈ 2.DFTs കണ്ടുപിടിക്കേണ്ട ആദ്യം, പിന്നെ നമ്മൾ 4 പോയിന്റിലേക്ക് എത്തണം. അപ്പൊ ഫൈനൽ എത്ര പോയിന്റാണ് കണ്ടുപിടിക്കേണ്ടത്? 4 അല്ലേ? അപ്പൊ 4 ലൈൻസ് വരയ്ക്കുക. അപ്പോൾ 4.DFT കണ്ടുപിടിക്കാൻ ചോദിക്കുന്നെങ്കിൽ 4 ലൈൻസ് വരയ്ക്കുക. ഇൻപുട്ട് ബിറ്റ് റിവേഴ്സ്ഡ് ഓർഡറിൽ എഴുതുക. എക്സ് ഓഫ് 0, എക്സ് ഓഫ് 2, എക്സ് ഓഫ് 1, എക്സ് ഓഫ് 3. എക്സ് ഓഫ് 0, എക്സ് ഓഫ് 2, എക്സ് ഓഫ് 1, എക്സ് ഓഫ് 3. അതായത് അതിൻ്റെ വാല്യൂസ് എഴുതുക. 1, 9, 4, 6. ഇതാണ് നമ്മുടെ ഇൻപുട്സ്. ഓക്കെ ആണോ? ഈ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ 2.DFTs കാണുക എന്നുള്ളത് അല്ലേ? 2.DFTs കാണാൻ നിങ്ങൾ എന്ത് ചെയ്യണം? 2 ലൈൻ വീതം എടുക്കുക. 2 ലൈൻ. ഈ ഫസ്റ്റ് ലൈനിൽ നിന്ന് സെക്കൻഡ് ലൈനിലോട്ട് ഒരു ആരോ വരയ്ക്കുക. ഈ സെക്കൻഡ് ലൈനിൽ നിന്ന് ഫസ്റ്റ് ലൈനിലോട്ട് ആരോ വരയ്ക്കുക. ഓക്കെ. ഇനി ഈ രണ്ടാമത്തെ ലൈനിൻ്റെ ഇവിടെ -1 കൊടുക്കും. ഓക്കെ ആണോ? അതുപോലെ ഫസ്റ്റിൽ നിന്ന് വീണ്ടും സെക്കൻഡിലോട്ട്, സെക്കൻഡിൽ നിന്ന് വീണ്ടും ഫസ്റ്റിലോട്ട്. ഇവിടെ എന്ത് കൊടുക്കുക? -1. ഓക്കെ ആണോ? 1ൽ നിന്ന് 2ലോട്ട്, 2ൽ നിന്ന് 1ലോട്ട്, 1ൽ നിന്ന് 2ലോട്ട്, 2ൽ നിന്ന് 1ലോട്ട്. 2 പോയിന്റ്സ്. അപ്പൊ 2 ലൈനായിട്ട് സെപ്പറേറ്റ് ചെയ്തു. ഓക്കെ ആണോ? ഇനി നോക്കിക്കേ, ഇവിടെ വരുന്ന വാല്യൂ എന്താ? 1. ഇവിടെ വരുന്ന വാല്യൂ എന്താ? 9. അപ്പൊ എന്ത് വരും? 1 + 9 അല്ലേ? 1 + 9 എന്താണ്? അതാണ് ഇവിടെ കിട്ടുന്നത്. അതായത് ഇത് സമ്മിങ് നോട്ട്സ് ആണ്. സമ്മിങ് നോട്ട്സിൽ നോക്കിക്കേ, ഈ ആരോസ് ഇവിടെയും കൂടെ കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് ഒന്നുകൂടെ ക്ലിയർ ആവും. സമ്മിങ് നോട്ട്സിൽ വരുന്ന പോയിന്റ്സ് ഏതൊക്കെയാന്ന് നോക്കുക. ഇവിടുന്ന് ഒരു 1 വരുന്നുണ്ട്, ഇവിടുന്ന് 9 കയറി വരുന്നുണ്ട് ഇല്ലേ? അപ്പം 1 + 9 ഇവിടെ കിട്ടുന്ന വാല്യൂ എന്തായിരിക്കും? 10. ഇനി ഈ പോയിന്റ് നോക്കിക്കേ, ഈ പോയിന്റിൽ എങ്ങനെയാ വരുന്നത്? 1 വരുന്നുണ്ട്, ഇവിടുന്ന് ആരാ വരുന്നത്? 9. 9 വരുന്ന വഴിക്ക് ആരുണ്ട്? ഒരു -1 ഉണ്ട്. അപ്പം വരുന്ന വഴിക്ക് ഈ സമ്മിങ് നോഡിലേക്ക് വരുന്ന വഴിക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പം 1 ഇവിടെ എത്തി, +9 വരുന്ന വഴിക്ക് ആരുണ്ട്? -1. സോ 9 × -1. അപ്പം നമുക്ക് എത്ര കിട്ടി? 1 - 9 -8 ആണ് ഇവിടെ കിട്ടിയത്. ഓക്കെ ആണോ? അടുത്ത ഇതും സെയിം പ്രൊസീജിയർ. ഒന്നുമില്ല,
ഇത് ആഡ് ചെയ്യുക, ഇത് സബ്ട്രാക്ട് ചെയ്യുക. ഓട്ടോമാറ്റിക്കലി അങ്ങനെ അങ്ങ് വന്നോളും. ഫസ്റ്റ് ഈ ആരോ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഇവിടെ ആദ്യം എത്തുന്നത് ആരാ? 4. ഈ സമ്മിങ് നോഡിലേക്ക് പിന്നെ എത്തുന്ന ആരാ? 6. അപ്പൊ എത്ര ഇടും നമുക്ക്? 10. ഓക്കെ ആണോ? ഇനി നോക്കിക്കേ, ഈ ആരോയിലേക്ക് ആദ്യം വരുന്ന ആരാ? 4. ഇവിടുന്ന് ആരാ വരുന്നത്? 6. പക്ഷെ 6 വരുന്ന വഴി ആരുണ്ട്? -1 ഉണ്ട്. വരുന്ന വഴി ആരെങ്കിലും ഉണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്തിട്ട് വേണം ഇവിടെ ആഡ് ചെയ്യാൻ, അല്ലെ? സമ്മിങ് നോഡിൽ ആഡാ ചെയ്യേണ്ടത്. പക്ഷെ 6 വരുന്നതിന്റെ കൂടെ ആരുണ്ട്? -1. അപ്പൊ 6 ഇൻറ്റു -1 ചെയ്തിട്ട് വേണം 4ന്റെ കൂടെ ആഡ് ചെയ്യാൻ. അപ്പൊ എത്ര കിട്ടും? 4 - 6. ഇവിടെ 16 ആയിരുന്നു ക്വസ്റ്റ്യനകത്ത് 16 ആയിരുന്നു. അപ്പൊ ഇവിടെ എത്ര വരും? 60. 4 + 16 20 വരും. 4 - 16 എത്ര വരും? -2. ഓക്കെ ആണല്ലോ? അപ്പൊ 2 പോയിന്റ് DFTs കാണേണ്ട മെത്തേഡ് ഇങ്ങനെയാണ്. DIT FFTയിൽ താഴത്തെ ലൈൻസിൽ ആഡ് -1 കൊടുക്കും. ഇതെല്ലാം സമ്മിങ് നോട്ട്സ് ആണ്. ഇനി നമുക്ക് 4 പോയിന്റ് ആണ്. 4 പോയിന്റ് കാണണമെങ്കിൽ 4 ലൈൻസ് വേണം, അല്ലേ? 2 പോയിന്റ് ആണെങ്കിൽ 2 ലൈൻസ് ചെയ്താണ്. ഇപ്പൊ 4 പോയിന്റ് ആണെങ്കിൽ 4 ലൈൻ. 4 ലൈൻസ് ഞാൻ വരയ്ക്കുന്ന നോക്കണം. 1 ഇന്ന് 3 2 ഇന്ന് 4 ഓക്കെ. 1 ഇന്ന് 3rd ലൈനിലോട്ട്, 2nd ലൈനിൽ നിന്ന് 4th ലൈനിലോട്ട്, തിരിച്ച് 3rd ലൈനിൽ നിന്ന് 1st ലൈനിലോട്ട്, 4th ലൈനിൽ നിന്ന് 2nd ലൈൻ. ഓക്കെ ആണ്? ഇനി നമ്മളിവിടെ താഴത്തെ ഒരു ലൈനിലല്ലേ -1 കൊടുത്തേ? ഇവിടെ താഴത്തെ 2 ലൈനിൽ -1. ഇവിടെ -1 കൊടുക്കുക, ഇവിടെ -1. ഓക്കെ ആണോ? അതിനുശേഷം ഇവിടെ എല്ലാം നമ്മൾ ആരോസ് ഇടും. ഓക്കെ. ഇനി ഈ പോയിന്റ്സ്, ഈ മൈനസ് ഇട്ട പോയിന്റ്സിന്റെ ഈ ഇവിടെ അല്ലേ ഈ ഒരു പോയിന്റ്, അതിന് മുമ്പായിട്ട് W40 എഴുതും. ഇവിടെ W41. അപ്പം ഇത്രയേ ഉള്ളൂ. ഇത് ഇങ്ങനെ അങ്ങ് പഠിച്ചു വെക്കുക. W40 W41. W40 W41 എന്ന് പറഞ്ഞാൽ എന്താണ്? ട്വിഡിൽ ഫാക്ടേഴ്സ് ആണ്. ഓക്കെ ആണല്ലോ? അപ്പൊ W40 W41ന്റെ വാല്യൂ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഒരു സർക്കിളിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്യുക, അല്ലേ? ഇത് W40 W41 W42 W42. അപ്പൊ ഇവിടെ എല്ലാം എന്താ? 1, ഇവിടുത്തെ വാല്യൂ -1, ഇവിടെ J -J, അല്ലെ? ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തിരിക്കും. നമ്മൾ DFTയുടെ പ്രോബ്ലംസ് പഠിക്കുമ്പോൾ ഇത് പഠിക്കുന്നതാണ്. W40 1 W41 -J ഇങ്ങനെ പോകും. നമുക്ക് ഈ 2 വാല്യൂസ് മതി. W40യുടെ വാല്യൂ എന്താ? 1. അത് എഴുതിയില്ലേലും ഒന്നുമില്ല, 1 ആണ്. W41 ആണെങ്കിൽ -2. ഓക്കെ ആണോ? അപ്പൊ 4 പോയിന്റ് DFT വരെ ക്ലിയർ ആക്കിയാൽ പിന്നെ ഒരു സ്റ്റെപ്പും കൂടെ ഉള്ളൂ, 8 പോയിന്റ് DFT. അപ്പം ഈ 2 വാല്യൂസ് പഠിച്ചു നോക്കുക. W40 1 W41 -2. ഇനി നമ്മൾ നേരത്തെ ചെയ്ത സെയിം പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്യാം. ഇതെല്ലാം എന്താണ്? സമ്മിങ് നോട്ട്സ് ആണ്. സമ്മിങ് നോട്ട്സിലേക്ക് ആരോസ് ഏതൊക്കെയാണ് വരുന്നതെന്ന് നോക്കുക. ആരോസ് വരുന്ന വഴി ആരെങ്കിലും ഉണ്ടെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഈ സമ്മിങ് നോട്ടിൽ ആഡ് ചെയ്ത് നോക്കുക. അപ്പൊ നോക്കിക്കേ, ഇവിടെ ഇൻപുട്ട് എന്താ വരുന്നത്? ഇവിടെ നിന്നുള്ളത് 10 പ്ലസ് എന്താണ്? ഇവിടെ നിന്ന് ആരാ വരുന്നത്? 20, അല്ലേ? പക്ഷെ 20 വരുന്ന വഴിക്ക് ആരുണ്ട്? W40. അത് 1 ആയതുകൊണ്ട് കുഴപ്പമില്ല. ആ 20 ഇവിടെ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. അപ്പൊ എത്ര കിട്ടും? ആൻസർ 30. ഓക്കെ ആണല്ലോ? അടുത്ത് നോക്കിക്കേ, ഇനി നമുക്ക് എന്താ വേണ്ടേ? ഈ പോയിന്റ്, ഇതാണ് അടുത്ത സമ്മിങ് നോഡ്. അപ്പൊ ഇവിടെ ആരൊക്കെയാ വരുന്നത്? ഫസ്റ്റ് ഈ വരി കൂടെ -8 വരുന്നുണ്ട്. അപ്പൊ ആരോസിൽ 2 പോയിന്റ്സേ വരത്തുള്ളൂ, -8. ഇനി വേറൊരു ആരോ ഇതാണ്. ഇത് എവിടെ നിന്നാണ് വരുന്നത്? ഇതുവഴി വരും. പക്ഷെ -12 ആണ് വരുന്നത്. പക്ഷെ വരുന്ന വഴിക്ക് ആരുണ്ട്? ഒരു -Jയും കൂടെ ഉണ്ട്. അപ്പൊ അതെന്ത് ചെയ്യാം?
മൾട്ടിപ്ലൈ ചെയ്തിട്ട് വേണം ഇവിടെ ആഡ് ചെയ്യാൻ അല്ലേ. അപ്പം പ്ലസ് -12 ഇൻറ്റു -2 ഓക്കെ ആണോ. അപ്പം മൈനസും മൈനസും +12 ചെയ്യും. അപ്പം അതിൻ്റെ ആൻസർ എത്ര കിട്ടും? -8 + 12. ഓക്കെ ആണോ. അടുത്ത പോയിന്റ് നോക്കിക്കേ, ഈ ആരോയിൽ ആരൊക്കെയാ വരുന്നത്? ഇവിടുന്ന് ഒരാൾ വരുന്നുണ്ട്. ആരാണ്? ഇവിടുത്തെ ഔട്ട്പുട്ട് 10. ഇവിടുന്ന് ആരാ വരുന്നുള്ള? 20. പക്ഷെ 20 വരുന്ന വഴി ആരൊക്കെ ഉണ്ട്? 1 ഉണ്ട് -1 ഉണ്ട്. അപ്പൊ അത് രണ്ടും മൾട്ടിപ്ലൈ ആണ് അതിന്റെ കൂടെ. 20 ഇൻറ്റു 1 20, 20 ഇൻറ്റു -1 -20. -20 ആണ് ഇവിടെ ആഡ് ചെയ്യുന്നത്. അപ്പൊ 10 - 20 എത്ര കിട്ടും? -. അടുത്ത നോക്കിക്കേ, ഈ ആരോ ഇവിടെ ആരാ വരുന്നത്? -8. ഇവിടുന്ന് ആരാ വരുന്നത്? -12. പക്ഷെ വരുന്ന വഴി ആരൊക്കെ ഉണ്ട്? -jയും -1. അപ്പൊ ആ -12ന്റെ കൂടെ -jയും -1 മൾട്ടിപ്ലൈ ചെയ്തിട്ട് വേണം ഇവിടെ ആൻസർ എഴുതാൻ. -12 minus into minus plus, plus into minus minus. That is -8 -12. അപ്പോൾ നമുക്ക് 4 DFT കിട്ടിയ വാല്യൂസ് എന്തൊക്കെയാ? ഫസ്റ്റ് വാല്യൂ 30, സെക്കൻഡ് വാല്യൂ -8 + 12j, തേർഡ് വാല്യൂ -10, ഫോർത്ത് വാല്യൂ -8 -12. ക്ലിയർ ആണോ? ഈ പ്രോബ്ലം ക്ലിയർ ആണെങ്കിൽ നമുക്ക് 8 DFTs ചെയ്യാം. ഓക്കെ ആണ്.